സസ്യങ്ങൾ, ഔഷധങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്ന് പറഞ്ഞാൽ അതാണ് 3+ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളുടെ കടുക്ക, നെല്ലിക്ക, താനിക്ക. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇതൊക്കെ OP-യിൽ കൊടുത്തിട്ട് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ഈ കടുക്ക, നെല്ലിക്ക, താനിക്ക അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കാഴ്ചയെ അഫക്റ്റ് ചെയ്യുന്നത് വളരെ ചെറിയ രീതിയിലാണ്. ഇപ്പൊ തന്നെ ചെറിയ കുട്ടികളൊക്കെയാണ് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് ഭയങ്കര വിഷമാണ് തോന്നുന്നത്. ഇവർക്കൊക്കെ ആ ഒരു ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും വരാതിരിക്കാൻ ആയുർവേദത്തിൽ ഒരുപാട് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുട്ടികളൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇമ്മ്യൂണോ 3+ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇത് കേവലം ആമാശയത്തിൽ മാത്രം അല്ല, കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, നമ്മളുടെ രക്തത്തിലെ പ്രമേഹത്തിനെയൊക്കെ, അതായത് ഷുഗറിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മളുടെ ഇമ്മ്യൂണോ 3+. ഡോക്ടർ പറഞ്ഞ് ഡയബറ്റിക്സിന് കൊടുക്കാം, അതുകൊണ്ട് ഇമ്മ്യൂണോ 3+ മാത്രം കൊടുത്തത് കൊണ്ട് ഡയബറ്റിക്സിന് നിയന്ത്രിക്കാമോ? ഇല്ല. ഇത് പറയുന്നതാണ്, നമ്മൾക്ക് കഴിക്കാമെന്നാണ്, ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി. കാരണം നെല്ലിക്ക, കടുക്ക, താനിക്കയൊക്കെ രക്തത്തിലുള്ള ഷുഗറിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നുള്ളത്. അപ്പം ഇതിന്റെ കർമ്മം ഒരുപാട് നാര് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശോധനം നല്ല സുഖമായിട്ടാണ് ശോധനം പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അല്ലെ? ഇപ്പൊ ഞാൻ ഒരു ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ലിവറിന്റെ കാരണം കൊണ്ടെന്നില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്തും കൂടി ചേർത്ത് കഴിക്കാം. ഇമ്മ്യൂണോ 3+ഉം കഴിക്കാവുന്നതാണ്. അപ്പൊ മലം മുറുകി പോവുകയാണ്, ലൂസ് മോഷൻ ആണ്, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇമ്മ്യൂണോ 3+ കഴിക്കാവുന്നതാണ്. ഇത് ആർക്കൊക്കെയാണ് നിങ്ങൾ നിർദ്ദേശിക്കാൻ പാടില്ലാത്തത്? അപ്പൊ ആർക്കൊക്കെയാണ്? ആദ്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ 5-6 ദിവസമായിട്ട് മലം പോകാതെ ഇരിക്കുന്ന ആൾക്കാരോ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, നല്ല പ്രൊഡക്റ്റും ഉണ്ടോ ഇതിലെ, മൈ ലൈഫ് സ്റ്റൈലിൽ വല്ല പ്രൊഡക്റ്റും ഉണ്ടോ, ശോധന ഒന്ന് കൃത്യമായിട്ട് നടക്കാൻ, നിങ്ങൾ എന്ത് പറയും? ഇമ്മ്യൂണോ 3+ ഉണ്ട്, അത് കഴിച്ചാൽ നല്ല റിസൾട്ടാണ് എന്ന് പറയും. അപ്പൊ ആളുടെ മലം ഈ 5-6 ദിവസമൊക്കെ മലം പോകാതിരിക്കുമ്പോഴത്തേക്കും ഈ രൂപത്തിലാണ് അത് ഉണ്ടാവുന്നത്, കല്ല് പോലെ ഇരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇമ്മ്യൂണോ 3+ കഴിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്ന് വെച്ചാല് വേണ്ടത് എന്താണ്? ആ മലത്തെ എത്രയും പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക, ലാക്സേറ്റീവ് ആയിട്ടുള്ള, വയറിളക്കാനായിട്ടുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താണ്, അവിടെ ഇവിടെ തട്ടി ബ്ലീഡിങ്, രക്തം മലത്തിന്റെ കൂടെ രക്തം കാണാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരിക്കലും നിർദ്ദേശിക്കരുത്. അതുപോലെ തന്നെ കാറ്ററാക്ട്, ഞാൻ പറഞ്ഞു കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. അതുകൊണ്ട് കാറ്ററാക്ട് ഒക്കെ വന്നിട്ടുള്ളവരോട് ഇമ്മ്യൂണോ 3+ കഴിച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.